തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിന് പിന്നാലെ റഫയിലും ഇസ്രയേലി ആക്രമണമുണ്ടായി 110 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. യമനിലെ 36 ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക, ബ്രിട്ടൻ സംയുക്ത ആക്രമണം നടന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഹായ് ജെയിംസ്, ഇപ്പോൾ ഡോക്ടർ എസ് സന്തോഷ് കുമാർ നമ്മോട് അല്പം മുമ്പ് സംസാരിക്കുകയായിരുന്നു ഗസയിലെ യഥാർത്ഥ അവസ്ഥ. അവിടെ പാവപ്പെട്ട ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. ജനോസൈഡ് എന്ന് തന്നെയാണ് അദ്ദേഹം, കൂട്ടക്കൊല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, വംശഹത്യയാണ് അവിടെ നടക്കുന്നത്. ഡോക്ടർ സന്തോഷ് കുമാർ അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ നൊമ്പരപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ ഓരോ ദിവസവും കൊന്നൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അയൽ രാജ്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ കാര്യമല്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ എസ്കൈൻ ഇപ്പോൾ ഇതുവരെ ആക്രമണം നടന്നിരുന്നത് ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ഗസയിൽ, പിന്നീട് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ അടക്കമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. പക്ഷേ ഈ നേരത്തെ താക്കീതോ അല്ലെങ്കിൽ അന്ത്യശാസനം നൽകിയതുപോലെ ഇസ്രായേൽ റഫയിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. റഫ എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ള അവസാനത്തെ മാർഗമാണ്. കാരണം റഫ ഈജിപ്ഷ്യൻ അതിർത്തിയാണ്. അപ്പോൾ ഖാൻ യൂനിസിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഈ കവാടത്തിൽ, ഈജിപ്തിൻ്റെ കവാടത്തിലെത്തി അവിടെ നിന്നാണ് ഈജിപ്തിലേക്കോ മറ്റുള്ളവർത്തൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന്, ഏതാണ്ട് 10 ലക്ഷത്തോളം പേര് റഫയിലും റഫയ്ക്ക് ചുറ്റുമായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. റഫയിലും ഖാൻ യൂനിസിലും അടക്കം 110-ലേറെ പേർ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്ത. അതനുസരിച്ച് മരണസംഖ്യ 27,500-ൻ്റെ അടുത്തൊക്കെ എത്തിയിരിക്കുന്നു. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അതിൽ 20,000-ലേറെ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ഓർക്കുക. അപ്പം എന്തായാലും ഇത് വല്ലാത്തതിൽ കൂട്ടക്കുരുതിയാണ് നടക്കുന്നത്. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തന്നെ പറഞ്ഞു വംശഹത്യ നടത്തരുത്. പക്ഷെ അതൊന്നും പാലിക്കാതെയാണ് ഇസ്രായേൽ വല്ലാത്ത രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എസ്കൈൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിനെതിരെ ഹൂതികൾ യമനിൽ നിന്ന് പ്രഖ്യാപിച്ചതാണ്. ഇവരൊക്കെ ഇറാൻ പിന്തുണയുള്ള സംഘടനകളാണ്. ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കുന്ന ഏതാണ്ട് 10-26 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയാണ് 10 തവണ ആക്രമണം നടത്തിയത്. പക്ഷേ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ഈ മണിക്കൂറുകളിൽ 3ാമത്തെ ആക്രമണം നടത്തി. അതിൽ വലിയ രീതിയിലുള്ള ആൾനാശമുണ്ടായിട്ടുണ്ട്, വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. എന്തായാലും ബ്രിട്ടൻ്റെ ടൈഫൂൺ വിഭാഗത്തിൽ പെട്ട ഫൈറ്റർ വിമാനങ്ങൾ, അമേരിക്കയുടെ B-1 ബോംബർ വിമാനങ്ങളടക്കം വലിയ രീതിയിലാണത് ആക്രമിക്കത്ത് പോകുന്നത്. പ്രത്യേകിച്ച് വളരെ ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന വിമാനങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ വിമാനത്തിൽ വൊയേജർ എന്ന ടാങ്കർ, ഈ ആകാശത്ത് തന്നെ ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കർ വിമാനങ്ങൾ കൂടി യാത്ര ചെയ്യുന്നു. ഇങ്ങനെ പോയാണ് 36 കേന്ദ്രങ്ങളിൽ, 13 ലൊക്കേഷനിലായിട്ട് 36 കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരിക്കുന്നത്. എന്തായാലും ഹൂതികളുടെ സംഹാര ശേഷി കുറഞ്ഞിട്ടില്ല. അവരിപ്പോഴും ചെങ്കടലിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഹൂതികളും ഹമാസും അതുപോലെ തന്നെ ഹെസ്ബുള്ളയൊക്കെ ആശ്രയിക്കുന്ന ഇറാനെയാണ്. ഇറാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം സിറിയയിലും ഇറാഖിലും ഇറാൻ്റെ ഷിയ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം അത് തന്ത്രപരമായി പിഴവാണ്. കാരണം യുദ്ധം കൂടുതൽ വ്യാപിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്തായാലും ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ വല്ലാത്ത രീതിയിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഹൂതികളെയും ഹെസ്ബുള്ളയെയും ഹമാസിനെയൊക്കെ കൂടുതൽ എക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ്കെൻ. ആ തരത്തിലേക്ക് യുദ്ധം നീണ്ടുപോവുകയാണ് എസ്കെൻ. പാകിസ്ഥാനിൽ നിന്ന് ഇന്നലെ വന്ന ഒരു വാർത്ത വളരെ സങ്കടകരമായി പോയി. നമ്മുടെ ഇമ്രാൻഖാന് ഒരു കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ശിക്ഷ വന്നിരിക്കുന്നു 7 കൊല്ലം. അദ്ദേഹത്തിനും കിട്ടി, അദ്ദേഹത്തിൻ്റെ 3ാം ഭാര്യയായ ബുഷറ ബീബിക്കും 7 കൊല്ലം കിട്ടിയിരിക്കുന്നു വാർത്ത വരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു 31 കൊല്ലം ജയിലിൽ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. എസ്കൈൻ, വല്ലാത്തൊരവസ്ഥയാണ്. മുൻ പ്രധാനമന്ത്രിക്ക് ഇത് വരാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാം. ഒരു കാര്യം വ്യക്തമായി, പാക് സൈന്യത്തിൻ്റെ കയ്യിലാണ് എല്ലാം. പാക് സൈന്യത്തിൻ്റെ ആളാണോ അവിടെ ഭരിക്കാം. പാക് സൈന്യം തന്നെയാണ് ഇമ്രാൻഖാനെ കൊണ്ടുവന്നത്. അവർ തന്നെയാണ് ഇമ്രാൻഖാനെ തട്ടിയിട്ടതും. ഇപ്പോൾ ഇമ്രാൻഖാൻ തിരിച്ചു വരാത്ത വിധം അദ്ദേഹത്തിനെതിരെ കേസുകൾ ശക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഒരുപക്ഷെ ഫെബ്രുവരി 8-നാണ് തെരഞ്ഞെടുപ്പ്, പാക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടി പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് അധികാരത്തിൽ വരുമായിരുന്നു. പക്ഷെ അത് വരുന്നതിന് തടസ്സം
സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി വിധികൾ 3 കേസുകളിൽ 31 വർഷമാണ് ശിക്ഷ. ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വന്നിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അദ്ദേഹം മൂന്നാമത്തെ ഭാര്യ ബുഷ്ര ബീവി അവരൊരു സ്പിരിച്വൽ ഹീലറായിട്ടാണ്, ഈ വലിയൊരു ആത്മീയവാദിയായിട്ട് അറിയപ്പെടുന്ന സ്ത്രീയാണ്. ഇദ്ദേഹത്തിന് 71 വയസ്സുണ്ട്, ഇമ്രാൻഖാന് ഭാര്യയ്ക്ക് 40 വയസ്സും. എന്തായാലും ബുഷ്ര ബീവിക്കും അദ്ദേഹത്തിൻ്റെ മറ്റേ ഇമ്രാൻഖാനും 7 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കാരണം അവർ വിവാഹമോചിതയായ ശേഷമാണ് ഇമ്രാൻഖാനെ വിവാഹം കഴിച്ചത്. പക്ഷേ അവിടുത്തെ പാകിസ്ഥാനിലെ നിയമം അനുസരിച്ച് ഈ ഡൈവോഴ്സ് കിട്ടി 3 മാസം കഴിഞ്ഞ് വിവാഹം പാടുള്ളൂ. പക്ഷേ ബുഷ്ര ബീവി അതിനു മുമ്പേ വിവാഹം കഴിച്ചു. അതുകൊണ്ടത് നിയമവിരുദ്ധ ഇസ്ലാം വിരുദ്ധ വിവാഹമായിട്ടാണ് ചെയ്യുന്നത്. അതിന് 7 വർഷത്തെ ശിക്ഷ ഇമ്രാൻഖാന് ലഭിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ തോഷക്കാന കേസിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ മറിച്ചുവിറ്റ കേസിലും അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് 14 വർഷം. ഇതുകൂടാതെ ഒരു 10 വർഷം ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തിയതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടി. എന്തായാലും ഒരു കാര്യം SK, എലക്ഷൻ നടക്കുമ്പോൾ ഒരു പുതിയ തന്ത്രം പയറ്റുകയാണ് ജയിലിൽ കിടന്ന് ഇമ്രാൻഖാൻ്റെ സ്ഥാനാർത്ഥികൾക്കൊന്നും ക്രിക്കറ്റ് ബാറ്റായിരുന്നു ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളഞ്ഞു. പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സോഷ്യൽ മീഡിയ വഴി പിന്തുണയ്ക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുന്ന അവർക്ക് ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്തുണ കിട്ടുന്നു. ഒരു പക്ഷേ ജയിലിൽ കിടന്ന് ഇമ്രാൻഖാൻ തൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലൂടെ ജയിച്ചു വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ അവിടെ പ്രധാനമന്ത്രിയാവാൻ എല്ലാ സാധ്യതയും 3 തവണ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ഷഹബാസ് ഷെരീഫിൻ്റെ സഹോദരനാണ്. നവാസ് ഷെരീഫ് ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടതാണ്. അഴിമതി കേസിൽ വിദേശത്തായിരുന്നു, തിരിച്ചു വന്നു, സൈന്യത്തിൻ്റെ പ്രിയപ്പെട്ട ആളായി അദ്ദേഹം മത്സരിക്കുന്നു. ഒരുപക്ഷെ നവാസ് ഷെരീഫായിരിക്കും പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി മാറുക. SK ജെയിംസെ, യഥാർത്ഥത്തിൽ ഈ കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും ചൈനയും ഇടപെടാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നല്ലോ. എന്താണ് അതിൻ്റെ പുതിയ രാഷ്ട്രീയം? SK, നേരത്തെ ചൈനയ്ക്കെതിരെ ഈ ആരോപണം ഉണ്ടായിരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പേര് കനേഡിയൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സർക്കാരിന്. ഇന്ത്യയെയും ചൈനയെയും സൂക്ഷിക്കണം. അടുത്ത വർഷം വരുന്ന കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇത്തിരി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഏറ്റവും കൂടുതൽ ഈ 10-25 MP ഇന്ത്യ വംശജരായിട്ടുള്ള മറ്റേ പഞ്ചാബികൾക്കാണ്. അപ്പോൾ പഞ്ചാബിലൊക്കെ ഈ പ്രത്യേകിച്ച് നിജാറിൻ്റെയൊക്കെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ പാർലമെൻറ്റിൽ ആരോപിച്ചതിനെ തുടർന്ന് വലിയ ബഹളങ്ങൾ നടക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കനേഡിയൻ തെരഞ്ഞെടുപ്പിലും കനേഡിയത്തിൻ്റെ ഇതിൽ ഫോറിൻ ഇൻ്റർഫിയറൻസ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യ ആൻഡ് ചൈന ഇവർ 2 കൂട്ടരും ഇടപെടും. അത് ഇലക്ഷനെ അട്ടിമറിച്ച് ജസ്റ്റിൻ ട്രൂഡോയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ള തരത്തിലാണ് ഇതുള്ളത്. അതിനിപ്പോൾ ഇന്ത്യ ഇടപെടേണ്ട കാര്യമില്ല. SK, ഇപ്പോഴത്തെ അവസ്ഥയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടി വലിയ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഇന്ത്യയുടെ ഇൻ്റർഫിയറൻസ് വേണ്ട. അതിനിടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്, നിജാർ എന്ന ഹർദീപ് സിംഗ് നിജാർ സറയിൽ കൊല ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ജൂണിലാണ്. അതേ ചൊല്ലിയാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ അനുയായിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഇപ്പോൾ ഖാലിസ്ഥാൻവാദികൾ ആരോപിക്കുന്നത് അതിൻ്റെ പിന്നിലും ഇന്ത്യയാണെന്നാണ്. പക്ഷേ ഇന്ത്യ അതൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ ഈ കാനഡയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഓരോ വർഷവും 40% ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് മൊത്തം വിദേശ വിദ്യാർത്ഥികളിലുള്ളത്. 5,60,60,000 പേരാണ് ഓരോ വർഷവും എത്തുന്നത് അവിടെ. അതിലിപ്പോൾ അവരൊരു നമ്പർ കുറച്ചിരിക്കുന്നു. ഇനി 3,50,000 വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് അവിടെ വലിയ നിയന്ത്രണം കൊണ്ടുവരികയാണ്. വീടില്ല താമസിക്കാൻ എന്നാണ് പ്രധാന കാരണം പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇന്ത്യക്കാരെയും അതുപോലെയുള്ള പല വിദേശികളെ അവിടെ തടയുന്ന തരത്തിലേക്ക് അവരുടെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സെപ്റ്റംബറിൽ പുതിയ നിയമങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. SK ജെയിംസെ, മറ്റൊരു കാര്യം, ഈ മാലദ്വീപിൻ്റെ മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കയറിയത് മാലദ്വീപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഒരു പുതിയ ഡെവലപ്മെന്റ് മാലദ്വീപിൽ? SK, ഈ മാലദ്വീപ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അടുത്ത ദിവസം ഫെബ്രുവരി 8 അവിടെ ചൈനയുടെ ചാരക്കപ്പൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ അവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇന്ത്യ അറബിക്കടലിൽ, ഇന്ത്യൻ മറ്റേ മഹാസമുദ്രത്തിൽ, ചെങ്കടലിന് സമീപം ഹൂതികളെ നേരിടാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചൈനീസ് ചാരക്കപ്പൽ വരുന്നത് കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖല മുഴുവൻ ഇന്ത്യ വലിയ രീതിയിൽ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളൊക്കെ ഇട്ട് വളരെ സംരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. മാലദ്വീപിൻ്റെ മത്സ്യബന്ധന ബോട്ടുകളിൽ
ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡുകാർ കയറി പരിശോധിച്ചു. അതിൽ ചിലരെ പിടികൂടി. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യയെ അറിയിച്ചുകൊണ്ട് മാലദ്വീപിൻ്റെ പ്രസിഡന്റും അവരുടെ ഭരണകൂടവും രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഇന്ത്യ കൂസുന്ന തരത്തിലല്ല. കാരണം പ്രത്യേകിച്ച് ഈ ചാരക്കപ്പലൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അവിടെ ശക്തമായിട്ടുള്ള ബന്ദോബസ്ത് അല്ലെങ്കിൽ സംരക്ഷണം ഉറപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടന്നിട്ടുള്ളത്. എന്തായാലും ചൈന വലിയ പിന്തുണ നൽകുന്നു മാലദ്വീപിന്. ഇതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാവൽ പ്രധാനമന്ത്രി മാലദ്വീപിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ശത്രു ആരാണോ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും നിലപാട്. എന്തായാലും പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ വലിയ വിചിത്രമായ കാര്യം എസ്കെൻ, ഈ പാകിസ്ഥാന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റാതെ കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. അപ്പോഴാണ് മാലദ്വീപിന് പിന്തുണയും പ്രഖ്യാപിച്ച് എന്ത് വഴി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. എന്തായാലും അതൊരു സിംബോളിക് ആക്ടായിട്ട് കണ്ടാൽ മതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് മാലദ്വീപിലെ പുതിയ സംഭവവാസങ്ങൾ വലിയ രീതിയിൽ ശക്തി പകരുന്നതാണ്. അത് തടയാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ചെയ്യുന്നത്. സ്കേൻ. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം.